ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ നമസ്കാരം വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വനിതകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ലോക വനിതാ ദിനമാണ് അല്ലെ? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണിന്ന്. ഈ ഒരു പ്രത്യേക ദിനത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചാലോ, നമ്മുടെ ജീവിതവും ആഘോഷിച്ചാലോ, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് സ്വയം ഓർമ്മിക്കാനും മറ്റുള്ളവരെ അതൊന്നും ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ദിവസമാക്കി നമുക്ക് ഈ ഒരു ദിവസത്തെ ഒന്ന് ഉപയോഗിച്ചാൽ. ഈ ഒരു ദിനം സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വനിതാ ദിനത്തിൽ സ്വയം സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മള് സ്ത്രീകൾ പലപ്പോഴും മറ്റുള്ളവരെ പരിപാലിക്കുന്ന തിരക്കില് നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം അവഗണിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ ശരിയായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കൂ. പലപ്പോഴും പല സ്ത്രീകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് എല്ലാവരെയും പരിഗണിക്കും, എല്ലാവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയും, എല്ലാവർക്കും വേണമെന്നതെല്ലാം ചെയ്യും. പക്ഷെ സ്വന്തമായിട്ടൊരു ഇഷ്ടം എന്താണെന്ന് അറിയില്ല, സ്വന്തമായിട്ട് ചെയ്യാനൊരു കാര്യമില്ല, ഒന്നുമില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനകത്ത്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കാനും പരിഗണിക്കാനും എല്ലാം സമയം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളുടെ സ്നേഹവും നമ്മളുടെ അംഗീകാരവും കുതിക്കുന്ന ഒരു സെൽഫ്, നമ്മളുടെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ഇന്നർ സെൽഫിനെ, നമ്മളുടെ തന്നെ ആ ഒരു മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വയസ്സാവുന്ന ഒരു സമയം വരും. അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നഷ്ടബോധമായിരിക്കും നമ്മളുടെ മനസ്സിൽ തോന്നുന്നത്, നിരാശയായിരിക്കും തോന്നുന്നത്. ഞാനൊന്നും നേടിയില്ല, എന്റെ സ്വപ്നങ്ങൾ നടത്തിയില്ല, എനിക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും എനിക്ക് വിനിയോഗിക്കാൻ പറ്റിയില്ല. എനിക്ക് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നു, എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു, അങ്ങനെ എല്ലാ കഴിവുകളും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും വിജയിക്കാൻ, ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു നിരാശ പല സ്ത്രീകളും അനുഭവിക്കുന്നവരാണ്. അന്ന് നമ്മളുടെ ആ ഒരു സങ്കടം നമ്മുടെ പാർട്ട്ണറോടോ മക്കളോടോ നമ്മൾ പറയുന്ന സമയത്ത് അവരിൽ നിന്ന് നമ്മളുടെ നേരെ തിരിച്ചു വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അമ്മയോട് പറഞ്ഞോ അമ്മയുടെ സ്വപ്നങ്ങൾ ത്യജിക്കാൻ? അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കും, നിന്നോട് ആരാ പറഞ്ഞേ നിന്റെ സ്വപ്നങ്ങൾ നേടണ്ടാന്ന്, നിനക്ക് വേണ്ടി ജീവിക്കണ്ടാന്ന് ഞങ്ങൾ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ, നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാവും അവരുടെ പോലും ചോദ്യം അല്ലേ? അപ്പം ആ ഒരു ചോദ്യം നമ്മളുടെ നേരെ വരരുത് എങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾക്ക് വേണ്ടിയും കൂടി സമയം കണ്ടെത്തണം. എല്ലാത്തിനും പറ്റും, എല്ലാവർക്കും പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്, പിന്നെ പല പല മേഖലകളില് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, ഭരണ മേഖലകളിൽ സ്ത്രീകളുണ്ട്. എല്ലാവരും കുടുംബം നോക്കുന്നുണ്ട്, അവരുടെ ഔദ്യോഗിക ജീവിതം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉന്നതമായ തലങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്കും അതെല്ലാം സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്. ഇനി എന്താണ് സ്വയം സ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊന്ന് നോക്കാം. അത് നമ്മളെ തന്നെ അംഗീകരിക്കലാണ്, നമ്മളെ തന്നെ ബഹുമാനിക്കലാണ്, നമ്മളെ തന്നെ പരിപാലിക്കലാണ്. നമ്മുടെ പോരായ്മകളും കഴിവുകളും എല്ലാം അംഗീകരിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ചിലപ്പോ നമ്മളെ കാണാൻ കൊള്ളില്ലായിരിക്കും, കാണാൻ ഭംഗിയില്ലായിരിക്കും, നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള ചില വഴികളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്വയം പരിചരണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, നല്ല ഭംഗിയിൽ ഡ്രസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളുടെ ശരീരം
നമ്മുടെ ഒരു ഫിറ്റ്നസും ഭംഗിയും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്യൂട്ടി ടിപ്സുകളും ഒക്കെ നമ്മൾ നമുക്ക് വേണ്ടിയും ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. നമ്മളെ കുറിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പലരും വിചാരിക്കുന്നത് എനിക്ക് ഇത്ര പ്രായമായി, ഇനി ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കൊന്നും കഴിവില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനറിയില്ല, എനിക്ക് സ്വന്തമായി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും നമ്മളുടെ പോരായ്മകളും ഒക്കെ മാത്രം ചിന്തിക്കാതെ നമ്മൾ വിചാരിക്കുക എനിക്കും പറ്റും, എല്ലാരെ പോലെ അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്ന പോലെയൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും പറ്റും, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ എൻകറേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പിന്നെ എന്താണ്, സ്വയം അംഗീകരിക്കണം. നമുക്കൊരു ചെറിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്ത് നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ അതിൽ സ്വന്തമായിട്ട് നമ്മൾ അഭിമാനിക്കണം. നമ്മൾ തന്നെ നമ്മളെ അപ്രീസിയേറ്റ് ചെയ്യണം. നമ്മൾ അതിൽ കുഞ്ഞൊരു ആഘോഷമെങ്കിലും നമ്മൾ നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ മുതല് അടുക്കളയിൽ കയറി കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി ഹസ്ബൻഡിനും മക്കളും ഒക്കെ കൊടുക്കുമ്പോൾ അവർ പറയും ഇതിന് ഉപ്പില്ല, ഇതിന് പുളിയില്ല, ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണി, അങ്ങനെ കുറ്റാരോപണങ്ങളായിരിക്കും നമുക്ക് കിട്ടാനുള്ളത് അല്ലേ. അപ്പോ നമ്മള് എന്താ വേണ്ടേ, നമ്മളുടെ ഒരു വിജയം നമ്മൾ ആഘോഷിക്കണം. കാരണം മറ്റുള്ളവരിൽ നിന്ന് അത് നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല, പല സ്ത്രീകൾക്കും ഇത് കിട്ടുന്നില്ല. അപ്പൊ സ്വന്തമായെങ്കിലും അത് കണ്ടെത്തുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ സ്വയം നമ്മള് ക്ഷമിക്കാൻ പഠിക്കുക. പല സ്ത്രീകളും കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റുമ്പോഴേക്കും സ്വന്തമായിട്ട് അയ്യോ അല്ലേലും ഞാൻ ഇങ്ങനെ, അല്ലേലും എനിക്ക് ശ്രദ്ധയില്ല, അല്ലേലും എനിക്ക് ഇങ്ങനെ അബദ്ധമേ പറ്റുള്ളൂ, ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന ശീലം. നമ്മൾ വിചാരിക്കുക തെറ്റ് പറ്റുന്നതൊക്കെ സ്വാഭാവികമാണ്. സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി, നമ്മൾ സ്വന്തമായിട്ട് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അങ്ങനെ എത്ര രൂപ കൊടുത്ത് മേടിച്ചാൽ ഇങ്ങനെ നമ്മൾ സ്വന്തമായി കഴിക്കും. അത് സംഭവിച്ചു, ഓക്കെ, അത് സാരമില്ല, ഇനി ഞാനത് ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ സ്വയം കുറ്റാരോപണങ്ങളിൽ നിന്ന് നമ്മളെ സ്വയം മോചിപ്പിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ മറ്റുള്ളവർ കുറ്റം പറയുന്നു എന്ന് എപ്പോഴും പരിതപിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ കുറ്റം പറയുന്നുണ്ട് എന്നൊന്ന് വിചാരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇന്ന് മുതൽ ആ ഒരു രീതികളെല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയ ചിന്തകളും പുതിയ മാനങ്ങളും പുതിയ സങ്കല്പങ്ങളും പുതിയ സ്വപ്നങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഓരോരോ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിവുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഓരോരുത്തരോടും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വനിതകളും ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ സ്വയം സ്നേഹിക്കുക.